പെർഫെക്റ്റ് കലത്തപ്പം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി 1 ഗ്ലാസ് പച്ചരി നമ്മൾ പാത്രത്തിലിട്ട് കഴുകി നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കണേ. ശർക്കര 200 ഗ്രാം 1/2 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കാൻ വെക്കണേ. എന്നിട്ട് ഈ കുതിർത്തി വെച്ചേക്കുന്ന പച്ചരിയും 3 ടേബിൾ സ്പൂൺ ചോറും 2 ഏലക്കായും ചെറിയ ജീരകവും കുറച്ച് ഉപ്പും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഇച്ചിരി ഒഴിച്ച് നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചത് ഈ മാവ് പോലെ എടുക്കണം. ഈ പാനി ആയിട്ടുണ്ട്, അത് നമുക്ക് ചൂടോടെ തന്നെ അരിച്ച് ഇതിനകത്ത് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. വെന്തും പോവരുത്, ഒരുപാട് വെന്ത് പോവാതെ കട്ടയെല്ലാം ഉടച്ചിട്ട്. കുക്കർ ഇനി അടുപ്പിൽ വെച്ച് ഇച്ചിരി നെയ്യ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തേങ്ങ മൂപ്പിക്കാൻ വെക്കണം. അത് ആ സമയത്ത് നമുക്ക് ഇച്ചിരി സോഡാപ്പൊടി ഈ മാവിലേക്ക് ഇട്ട് ഇളക്കി വെക്കാവേ. ഞാനിപ്പോൾ ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് അതിനകത്തോട്ട് മൂക്കാൻ വെച്ച് കോരി മാറ്റണം. കോരി മാറ്റിയതിന് ശേഷം ആ ചൂട് കുറഞ്ഞ തീയിൽ വെച്ചതിന് ശേഷം ഈ മാവ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടെ മേളിൽ നമുക്ക് ടോപ്പാക്കി മൊത്തത്തിൽ വെതറി കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി വിസിലില്ലാതെ ഇങ്ങനെ അടച്ചു വെക്കണേ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. 12 മിനിറ്റ് നമുക്കിങ്ങനെ മൂടി അടച്ചു വെച്ച് വേവിച്ചാൽ ഇതുപോലെ കിട്ടും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. മലബാർ സൈഡിലാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ തെക്കൻ ഭാഗമാണ്, അപ്പം ഇതൊന്നും പരിചയമില്ല. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്.